दुख के साथ मुझे कहना पड़ रहा है कि विपक्ष का जो व्यवहार है वो बहुत ही गैर जिम्मेदाराना है, बहुत ही गैर जिम्मेदाराना और यह निंदनीय भी है। इसको जितनी निंदा की जाए वो कम है। इनका इंटरेस्ट न देश में है, न इनका इंटरेस्ट डिबेट में है, इनका इंटरेस्ट एनार्की पैदा करने में है। आज लीडर ऑफ द ऑपोजिशन को आपने 176 के तहत बोलने का मौका दिया। उन्होंने सब्जेक्ट छोड़ करके बैटर पर शुरू कर दिया चर्चा करना। उनको ये പാർലമെന്റിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായുണ്ട്. ബൽറാം, പ്രതിപക്ഷ ബഹളത്തിനിടയിലാണ് രാജ്യസഭയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അതിൽ IRIS ലവാന് കൊച്ചിയിൽ അഭയം നൽകിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. സമാധാനവും ചർച്ചകളിലൂടെ യുദ്ധം ഇല്ലാതാക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലെ ഉള്ളടക്കം? ഇറാനെ അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ച കാര്യത്തിലെ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്ന ഒന്നായിരുന്നു വിദേശകാര്യമന്ത്രി ഇന്ന് രാജ്യസഭയിൽ നടത്തിയ പ്രസ്താവന. GK, ഐറിസ് ലവാനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയത് മാനുഷിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നാണ് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം ഈ മേഖലയിലെ സ്ഥിരത അതാണ് രാജ്യത്തിൻ്റെ താല്പര്യം, ഇന്ത്യയുടെ താല്പര്യം എന്നാണ് വിദേശകാര്യമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ സമാധാനത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അല്ലെങ്കിൽ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. ഈ മേഖലയിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സാഹചര്യങ്ങൾ പ്രധാനമന്ത്രി സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ താല്പര്യത്തിനാണ് ഇന്ത്യക്ക് മുൻതൂക്കം. ഇന്ത്യയിലെ ഊർജ മേഖലയെ ബാധിക്കാനിടയുള്ള സാഹചര്യം അത് സർക്കാർ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് സർക്കാർ ഈ വിഷയം നിരീക്ഷിക്കുന്നത് എന്നുമാണ് വിദേശകാര്യമന്ത്രി പറഞ്ഞത്. ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികൾ ഉണ്ടായിരിക്കുന്നു. ടെഹ്റാൻ മേഖലയിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിതരായി മാറ്റിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഈ ബന്ധപ്പെട്ട രാജ്യങ്ങളുമായി കേന്ദ്ര സർക്കാർ ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇന്ത്യക്കാരുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഊർജത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നും ദോഹയിലും ജോർദാനിലും കുടുങ്ങിക്കിടക്കുന്നവർക്ക് സഹായം എത്തിക്കാൻ കഴിഞ്ഞതായും വിദേശകാര്യമന്ത്രി രാജ്യസഭയെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം കടുത്ത പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായത്. കാരണം ഈ ഒരു പ്രസ്താവനയിലും ഇറാന് നേരെ ആക്രമണം നടത്തിയ US-ൻ്റെയോ ഇസ്രായേലിൻ്റെയോ സമീപനത്തെ വിമർശിക്കാൻ വിദേശകാര്യമന്ത്രി തയ്യാറായിട്ടില്ല. ഇക്കാര്യം ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രധാനമായും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്ന ഒരു നിലപാട് എന്നുള്ളത് വിശദമായ ചർച്ച ഇക്കാര്യത്തിൽ വേണം എന്നുള്ളതാണ്. കാരണം ഇറാനുമായി വർഷങ്ങളുടെ സൗഹൃദം ഇന്ത്യക്കുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് തന്നെ കൊല്ലപ്പെടുന്ന ആക്രമണം US-ൻ്റെയും ഇസ്രായേലിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിട്ടും അതിനെ അപലപിക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. അത് അന്താരാഷ്ട്ര നയത്തിൽ രാജ്യത്തിനുണ്ടായ വ്യതിയാനമാണ് സൂചിപ്പിക്കുന്നത്. അത്തരം വ്യതിയാനമുണ്ടാകാനിടയായ സാഹചര്യം. ഒപ്പം തന്നെ അമേരിക്കയോട് വിധേയത്വം പുലർത്തുന്നു കേന്ദ്ര സർക്കാർ. ഇന്ത്യ ആരിൽ നിന്നും എണ്ണ വാങ്ങണം എന്നുള്ളത് US തീരുമാനിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സംഘർഷം ഏതായാലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യസഭയിൽ പ്രസ്താവന നടത്തിയിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ താല്പര്യങ്ങൾ വിട്ടുകളഞ്ഞുകൊണ്ടുള്ള, അതിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഇടപെടലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകില്ലെന്ന് ഉറപ്പാണ് നൽകുന്നത്. അതേസമയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.